ഇക്ബാലാണ് ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ദോഡാബേട്ട ഉള്ള ഒരു ടീ ഫാക്ടറിന്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു ടീ ഫാക്ടറി ഇതിനുള്ളിൽ ടീ ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ എല്ലാവരുടെ കൈമിലും പിന്നെ ദോഡാബേട്ട ടീ ഫാക്ടറി എന്നുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്, ബാൻഡേജ് പൂവിൻ്റെ കൈമിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അല്ലോ വീഴല്ലേട്ടാ. നല്ല കാഴ്ചയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ടീ ഫാക്ടറിൻ്റെ ഫ്രീ എൻട്രൻസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. തേയില, ഫ്രഷ് തേയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ആ കാഴ്ചയാണ് കാണുന്നത്. ഹലോ, ഇത് ചായപ്പൊടി ഉണ്ടാക്കുന്നത് കാണണ്ട. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു മെഷീനറീസാണ്. മുകളിൽ നിന്ന് പിന്നെ ടീൻ്റെ ലീഫ് ഇട്ടിട്ട് അതിങ്ങനെ ചൂടായിട്ട് ഇതിലൂടെ മറിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്കിവിടെ കാണുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ടീ ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദോഡാബേട്ട വന്നാൽ നമുക്ക് ഈ ഒരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാം. ഇവിടെ ചായപ്പൊടിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ആ മുകളിൽ നിന്നുള്ള ലീഫ് ഇങ്ങനെ അടച്ചിട്ട് അതിൻ്റെ പൊടി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നമ്മളത് ചാക്കിലാക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. നല്ല നോയ്സാണ്. പിന്നെ ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ തട്ടായി സ്റ്റെപ്പായിട്ടാണ് ഇത് വെക്കുന്നത്. ഇതിലിങ്ങനെ ഇതിൻ്റെ തരികളിങ്ങനെ ഇതിനെ ഈ അരിപ്പ മുതൽ ഓരോ പിന്നെ ഇതിൻ്റെ ചെറുതും ചെറുതും അങ്ങനെ ഓരോ ടീകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് വേർതിരിക്കുന്നത്. പല ക്വാളിറ്റി ടീ പൊടികളും ഇവിടെയാണ് വേർതിരിക്കുന്നത്. ഈ ഒരു പ്രിപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അത് ഈ അരിപ്പയിൽ കൂടെ പല ക്വാളിറ്റിയിലുള്ള ടീ പൗഡർ പല പല ചാക്കേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി അത് പാക്കിംഗ് സെക്ഷൻക്കാണ് പോകുന്നത്. അവിടെയൊക്കെ പാക്കിംഗ് ആയിട്ട് ഉള്ളത് നമുക്ക് കാണാം. ഇപ്പോഴും പിന്നെ ജോലിക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള ടീകൾ നമുക്ക് കിട്ടും. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ പൊടിയിട്ടുണ്ടാക്കിയ ചായയൊക്കെ ഇവിടെ കിട്ടും. സാബി മാജി അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചായ. അപ്പോൾ അത് നല്ലൊരു അനുഭവമാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ദോഡാബേട്ട വന്നാൽ എല്ലാവരും മറക്കാതെ ഈ ഒരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യണം. ഫസ്റ്റ് ടീ ഫാക്ടറി ഉണ്ട്, അതല്ലാത്ത ഇതാണ് പഴയ ടീ ഫാക്ടറി. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം എൻട്രൻസ് ഫീസും കാര്യങ്ങളൊന്നും എല്ലാം ഫ്രീ ആണ്. സാമ്പിൾ ടീ കിട്ടും. അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് നല്ല മതിപ്പുണ്ടെങ്കിൽ ഇവിടുന്ന് ടീ പൗഡർ കൂടി വാങ്ങാം. ഇങ്ങനൊരു ചേട്ടൻ്റെ പേരെന്നാ? സുരേഷ് എന്ന ചേട്ടനാണ് നമുക്ക് നല്ല സാമ്പിൾ ടീ ഒക്കെ ഇങ്ങനെ തരുന്നുണ്ട്. നല്ല ചൂടുള്ള ടീ ആണ്. എന്തായാലും നമ്മൾ ഈ ടീ ഒന്ന് കുടിച്ചു നോക്കാം. വേറെ പറയാം. അപ്പോൾ ഊവി അല്ലു ചായ കുടിക്കണം. അല്ലു ചായ വേണ്ട. അപ്പം ഞങ്ങളെ ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയാം. എന്താ നോക്കട്ടോ. വീട്ടിലെ ടീയാണ്, ഒന്നും പറയാനില്ല. നല്ല ടീ. ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നത് അറിയാം. കാരണം ഇവിടെ ഈ ഫാക്ടറി മെഷീനേഴ്സ് സൗണ്ട് കൊണ്ട് നല്ല നോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. നല്ല ടീയാണ്. ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി. നല്ല ഹീറ്റാണ്.
നമുക്ക് ബാക്കി കാഴ്ച അപ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഇവിടെ പലതരം പിന്നെ പൗഡറുകൾ വേർതിരിച്ച് വരുന്നത് ഈ ഒരു അരിപ്പ വഴിയാണ്. വലിയ തരയൊക്കെ ഇതിലാണ് വീഴുന്നത്, ഈ ഒരു ചാക്കിൽ, അതിൻ്റെ ചെറുതിൽ. അങ്ങനെ ഏറ്റവും ചെറിയ തരി അവിടെ ഫ്രണ്ടിലാണ് വീഴുന്നത്. നമുക്ക് അവിടെ കാണുന്നുണ്ട് ചെറിയ തരി വീഴുന്നുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറിയാണ്. അപ്പോൾ ഇങ്ങനെ ടീൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇങ്ങോട്ട് വലിയ തരിക്കാണ് കൂടുതൽ വില ഒക്കെ തോന്നുന്നത്. ഇവരോട് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവരൊക്കെ വർക്കിലാണ്, ബിസിയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ചോദിക്കാൻ വേണ്ടി. ഇവിടെ നല്ല സ്റ്റാളുകളൊക്കെ ഉണ്ട്. പിന്നെ ആ സ്റ്റാളുകളൊക്കെ നോക്കാം. ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വരുന്ന ആളുകൾ ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം. സ്റ്റാളുകളുണ്ട്, ടീ ബോർഡുകളൊക്കെ ധാരാളം കിടക്കും. അപ്പോൾ ധാരാളം ടീ ബോർഡുകൾ, വെറൈറ്റി ടീ ബോർഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഇതൊക്കെ വിസിറ്റേഴ്സാണ്, കുറേ വിസിറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വെറൈറ്റി ഇവിടുത്തെ ഐറ്റംസുകൾ, ചോക്ലേറ്റ്, പിന്നെ മറ്റുള്ള ഹണി, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഇവിടെ വെച്ചിട്ടുണ്ട്, സെയിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലത്തെ കയറാണ്. ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്യുമ്പോൾ പോയി വിസിറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി. ഇതൊക്കെ വിവിധ ഇനം ചോക്ലേറ്റുകളാണ്. ഏത് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മിഷനറീസുകളും അതിൻ്റെ അച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. അവർ ഏകദേശം അവരെ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബിസിനസ് സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. നല്ല വെറൈറ്റി കാഴ്ചയാണ്. പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കി ബോക്സൊക്കെ വെച്ചതാണ്. വെറൈറ്റി ചോക്ലേറ്റ് പലതരം ചോക്ലേറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ വരുന്നവർക്ക് ഈ ചോക്ലേറ്റ് ഫാക്ടറി, ടീ ഫാക്ടറി ഒക്കെ അടുത്തടുത്താണ്. അതൊക്കെ രണ്ട് വിസിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ചോക്ലേറ്റ്, ടീ പൗഡർ ഇതൊക്കെ വാങ്ങിയിട്ട് പോവാം. അപ്പോൾ നല്ല കാഴ്ച. ഇതൊക്കെ ഫ്രീ എൻട്രൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഊട്ടി ആ ഒരു ടൗണിൻ്റെ കാഴ്ചയാണ് പറഞ്ഞ വ്യൂ ആണ്. അല്ലോ പോവല്ലേ, പോയി അല്ലോ താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. നല്ല കോട്ടുകൾ, ജാക്കറ്റ്, ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. നോക്കട്ടെ ഇവിടുത്തെ എന്താ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങാൻ പറ്റുമോ. നമ്മളെ പിന്നെ ഈ ഒരു ടീ ഫാക്ടറി അതുപോലെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. നമ്മളെ ഈ ഒരു ഊട്ടി ടൗണിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഒരു ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ടീ ഫാക്ടറി. ഇവിടെ പല സംഭവങ്ങളുണ്ട്. ആളുകൾ ഇങ്ങനെ ഫോട്ടോ ഷൂട്ടിലാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇതില്ല. അപ്പോൾ അവിടെ ക്ലോസ് ആയി. നമ്മൾ ഇതിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മളെ പാർക്കിംഗ് ഏരിയ ആണ്. നേരെ അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ നല്ല ഉഷാറല്ല നമ്മളെ ഈ ഒരു തേയില ഉണ്ടാക്കേണ്ട പരിപാടികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ട പ്രോസസ്സൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. കാരണം ജോലിക്കാരൊക്കെ അവരുടെ സമയം കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു യന്ത്രങ്ങളൊന്നും വർക്ക് ചെയ്യണില്ല. അവരുടെ സ്റ്റാളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ച വേറെ കാണാം. ഓക്കെ.